ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. LDFനും UDFനും എതിരായിട്ട് ജനങ്ങളുടെ ശക്തമായ വികാരമുണ്ട്. മാത്രമല്ല, മതഭീകരവാദ സംഘടനകളുമായി ചേർന്നാണ് വലിയ തോതിൽ അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. അതെല്ലാം ഈ കാര്യത്തിൽ ജനങ്ങൾ വോട്ടർമാരുടെ ഇടയിൽ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, വികസനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്ത മുന്നണികളാണ്. രണ്ട് മുന്നണികളും വികസനം പറയുന്നതേയില്ല. അവർ ജമാഅത്തെ, പോപ്പുലർ ഫ്രണ്ട് അങ്ങനെയൊക്കെയുള്ള ഭീകരവാദികളെ കൂട്ടുപിടിച്ച് ആ വികസന വിരുദ്ധത മറച്ചു വയ്ക്കാൻ, ഒന്നും ചെയ്തില്ല എന്നുള്ളതിൻ്റെ ജാള്യത മറച്ചു വയ്ക്കാനാണ് ഇത്തരം മതഭീകരവാദ സംഘടനകളുമായിട്ട് ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞാൻ കണ്ടിരുന്ന എല്ലാ വാർഡുകളിലും, പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം നേരെ PFI നേതാക്കൾ CPMന് കൂടെ പ്രചരണം നടത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് സീറ്റ് കൊടുത്ത് അവരുടെ സംസ്ഥാന നേതാക്കൾ അവിടെ നിരങ്ങുകയാണ്. നമ്മുടെ മതേതര കേരളം എന്ന് പറയുന്ന ഒരു നാട്ടിലാണ് ഇത്രയും വൃത്തികേട് LDFും UDFും കാണിക്കുന്നത്. ഞങ്ങൾ പ്രധാനപ്പെട്ട പല തദ്ദേശ സ്ഥാപനങ്ങളിലും നേരത്തെ നടന്നതിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള മുന്നേറ്റമായിരിക്കും. ഒരു രാഷ്ട്രീയ മാറ്റം, വികസനത്തിന് വേണ്ടിയുള്ള ഒരു മാറ്റം കേരളം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്.